അമേരിക്ക യുദ്ധത്തിലിറങ്ങാതെ ഇസ്രായേൽ ജയിക്കില്ലെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടേതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാന സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്നാണ് പറയുന്നത്, അമേരിക്ക ഈ യുദ്ധക്കളത്തിൽ ഇറങ്ങാതെ ഒരിക്കലും തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പറ്റില്ല. യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ട് ഇപ്പോൾ പാലസ്തീനോട് പോലും ജയിക്കാൻ പറ്റാത്ത ദയനീയപരമായിരിക്കുന്ന ഒരവസ്ഥ ഇസ്രായേലിന് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്ക യുദ്ധക്കളത്തിലില്ല എന്നുള്ളതാണ്. ആയുധപരമായും സാമ്പത്തികപരമായും വലിയ പിന്തുണയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, യുദ്ധക്കളത്തിൽ അവരിറങ്ങുക തന്നെ വേണം. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ജയിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ആ പരാജയം തുടരാനാണ് സാധ്യത. അത് ഒഴിവാക്കണമെങ്കിൽ യുദ്ധക്കളത്തിൽ അവരിറങ്ങണം. പ്രത്യേകിച്ച് എല്ലാ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടും ഞങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്തത് നിരന്തരം അപ്രതീക്ഷിതമായ രീതിയിലുള്ള ആക്രമണം പല രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അത് ലെബനാൻ്റെയും യമൻ്റെയും പാലസ്തീൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ല. ഇറാനുമായിട്ടുള്ള സംഘർഷാവസ്ഥ അത് നിലനിൽക്കേണ്ടതാണെന്നും അത് യുദ്ധം കൊണ്ട് മാത്രമേ അതിന് പരിഹാരമുണ്ടാവൂ. ആ യുദ്ധം ചെയ്യേണ്ടത് അമേരിക്കയാണ്. അമേരിക്ക എന്നാണോ ഇറാനെ ആക്രമിക്കുന്നത്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ശക്തിക്ക് ക്ഷയം വരുത്തുന്നത്, അന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിജയിച്ച് തുടങ്ങുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയമാണ് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ 3 ഘട്ടം ചർച്ചകളാണ് നടന്നത്. എന്നാൽ 3 ഘട്ടത്തിലെ ചർച്ചയും വിജയിച്ചു എന്ന് പറയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒമാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഒമാനിൽ ചർച്ച നടത്തി, പിന്നീട് ഇറ്റലിയിൽ നടന്നു, വീണ്ടും ഒമാനിൽ നടന്നു. 3ാം ഘട്ടത്തിൽ ഒമാനിൽ നടന്ന ചർച്ചയിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അമേരിക്കയുടെ പ്രതിനിധിയും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ 3 പേരും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായതായിട്ടോ അല്ലെങ്കിൽ ഒരു വിജയ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായതായിട്ടോ ഒരു പ്രസ്താവനയും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അവർ പറഞ്ഞു, നോക്കാം, ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്, ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ എവിടെയും തൊടാത്ത രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി അമേരിക്ക നേരിടുന്നു. യമനുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഇസ്രായേലും നേരിടുന്നു. ഇസ്രായേലിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ പല ഘട്ടത്തിലും പറഞ്ഞും പറയാതെയുമായിട്ട് അവർ മിസൈൽ തൊടുത്തുവിടുന്നു. അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു. പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്ത ഒരു പ്രതിസന്ധി അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയിൽ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത് എത്രത്തോളം ഗുണപരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ച അമേരിക്കയുടെ സെനറ്റിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആരും അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ട്രംപിന് ഏറെക്കുറെ ജനങ്ങൾ അവരുടെ നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപ് വിരുദ്ധ സംവിധാനം അല്ലെ സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ടാണ് ട്രംപിനെതിരെ പ്രതിഷേധിക്കുന്നത്. കാര്യം ആദ്യം തന്നെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഉടക്കിയിട്ടുള്ള ഒരു സമീപന രീതി അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തി രാജ്യങ്ങളെ ക്ഷയിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ്. ടാക്സ് വർധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അതിൻ്റെ പരാമർശത്തിൻ്റെ ആദ്യ ഭാഗം വരുന്നത്. സൗഹൃദപരമായി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രംപ് ഉടക്കുന്നു. ഇത് നമ്മളിൽ നിന്ന് രാജ്യങ്ങൾ അകന്നു പോകാനാണ് സാധ്യതയുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഉടക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഉടക്കുന്നു, ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഉടക്കുന്നു, അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അകന്നു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരും വേണ്ടാത്ത രീതിയിൽ ഒറ്റക്കൊരു ഏകാധിപത്യത്തോടു കൂടി രാജ്യത്തോ അല്ലെ ലോകത്തോ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അമേരിക്കയ്ക്കില്ല. ഇപ്പം തന്നെ നോക്കൂ, 3 യുദ്ധങ്ങളെ അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. 3 യുദ്ധത്തിലും നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഉക്രൈനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ ഒതുക്കാൻ വേണ്ടിയിട്ട് 3 കൊല്ലമായി അമേരിക്ക മെനക്കെടുന്നു. യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ബാധ്യതയും അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ അവർ തന്നെ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യത്തിന് മുൻപിൽ അവർക്ക് അവരുടേതായിരിക്കുന്ന യശസ്സും അഭിമാനവും ഉയർത്തി കാണിക്കൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതിനുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ആത്യന്തികപരമായിരിക്കുന്ന ലക്ഷ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് സാധിക്കാത്തത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അമേരിക്കൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായി സംയുക്തമായിട്ട് ഒരു റെയ്ഡ് നടത്തുന്ന രീതിയിൽ ഗസയിൽ വേണമെന്നുള്ളതാണ്. അതിനവർ ഉദ്ദേശിക്കുന്ന കാര്യം ബന്ദികളെ കണ്ടെത്തുക എന്നുള്ള ഏറ്റവും ശ്രമകരമായിരിക്കുന്ന കാര്യത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചാൽ ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത്. 56ഓളം ബന്ദികളാണ് ഇപ്പോൾ നിലവിൽ ഹമാസിൻ്റെ കൈവശത്തിലുള്ളതെന്നാണ് കണക്കാക്കുന്നത്. അതിൽ 32ഓളം പേർ
ജീവിച്ചിരിക്കുന്നവരും ബാക്കിയുള്ളവർ മരണപ്പെട്ടവരുമാണ്. ഈ ജീവിച്ചിരിക്കുന്നവരെ മറ്റൊരു രാജ്യത്തിൻ്റെയോ മധ്യസ്ഥരുടെയോ സഹായമില്ലാതെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചാൽ എന്താണോ തങ്ങൾക്ക് ഉദ്ദേശിച്ചത് അത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗസയിൽ നടപ്പിലാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും. അതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. എന്നാൽ ഈ നിലപാടിൽ ഊന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് 1.5 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല. ബങ്കറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവർ അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാ ബങ്കറുകളും യഥാർത്ഥത്തിൽ ഒറിജിനൽ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതിൽ കുടുങ്ങിയാൽ തിരിച്ചു വരാൻ പറ്റാത്തതുണ്ട്, ശ്വാസം കിട്ടാത്ത പല രീതിയിലാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നൂതനപരമായിരിക്കുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ ലക്ഷ്യം കാണാനോ വേണ്ടി സാധിച്ചിട്ടില്ല. പലസ്തീനിൽ പിടിക്കപ്പെടുന്ന പല ആളുകളെയും ശരീരത്തിൽ ബോംബ് കെട്ടിക്കൊണ്ട് തന്നെ, ശരീരത്തിൽ ക്യാമറ കെട്ടിക്കൊണ്ട് ഈ ബങ്കറിനുള്ളിലൂടെ നടത്തിച്ചൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഫലസ്തീനാണ് കൊല്ലപ്പെടുക. ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറ്റുകയില്ല എന്നാണ് അവർ കണക്കൂട്ടുന്നത്. അത്തരം പരീക്ഷണമൊക്കെ പരാജയമാണ്. ഇത്തരം ആളുകളൊക്കെ അതിനുള്ളിലൂടെ പോകുന്ന സമയത്ത് യാതൊരു സ്ഫോടനം ഉണ്ടായിട്ടില്ല. എന്നാൽ സൈനികർ പോകുന്ന സമയത്ത് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കയറുന്നതും ഇവരിറങ്ങുന്നതും ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനുള്ള സംവിധാനം പലസ്തീൻ ഉണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വിജയം ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നുള്ളത് അഭിമാനപരമായിരിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സ്ഥിതിക്ക് മറ്റ് ലോക രാജ്യങ്ങൾ തങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു മാനസിക പ്രയാസം ഇപ്പോൾ ഇസ്രായേലിനുണ്ട്. അറബ് രാജ്യങ്ങൾ അകന്നിരിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ അകന്നിരിക്കുന്നു. ആഫ്രിക്കയാണ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്, പരാതി കൊടുത്തത് എന്നതിനാൽ ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട ഒരു രാജ്യം തങ്ങളുമായിട്ട് ഇപ്പോൾ സഹകരിക്കുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട്. അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടാവണം. അങ്ങനെ അമേരിക്കക്ക് ഉണ്ടാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ദർ അബ്ബാസ് മേഖലയിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനം, ആ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഇസ്രായേലാണ് എന്നുള്ളതിന് ചില പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്, ഇറാനും നിഷേധിച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ള പുറത്തു നിന്നുള്ള ഒരു ആക്രമണം ഈ രാജ്യത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതും തങ്ങൾ എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടും അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും ഇറാൻ പറഞ്ഞതോടുകൂടി ലോകം അത് വിശ്വസിച്ചു. ആ രാജ്യത്തിന് പരാതി ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് പരാതികളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഫോടനം നടത്തിയത് അമേരിക്കയാണെന്ന് അവർക്ക് വരുത്തി തീർക്കണം. അത് ഏതെങ്കിലും തരത്തിൽ തെളിവുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടാവും? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവും. ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട സൈനികരെ കേന്ദ്രീകരിച്ചോ അക്രമം നടക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇറാനും അമേരിക്കയും തമ്മിൽ നേർക്കുനേരെ യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സാഹചര്യം അതികഠിനമായിരിക്കുന്ന യുദ്ധമായിട്ട് മാറും എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. ആ ഒരു യുദ്ധമാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവം നടന്നിട്ടും, അതായത് 2-3 സംഭവങ്ങളാണ് ഇപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ച് കൊണ്ട് നടന്നത്. ഒന്നിപ്പോൾ ബന്ദർ അബ്ബാസിൽ നടന്നിരിക്കുന്ന സ്ഫോടനം, അതിനു മുൻപ് നടന്നത് അവിടുത്തെ സൈനിക മേധാവിയുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് IS നടത്തിയിരിക്കുന്ന സ്ഫോടനം, അതിനു മുമ്പ് നടന്നത് ഹമാസിൻ്റെ നേതാവിനെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇസ്രായേൽ ആദ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഇസ്രായേൽ അത് അംഗീകരിച്ചു. അതിന് ശിക്ഷ എന്നോണം 181 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് പറത്തിവിട്ടത്. 90% ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അത് ഇസ്രായേലിന് കനത്ത രീതിയിലുള്ള ആഘാതമായി. അവർ പറയുന്നു 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പോലും ഇത്ര ശക്തമായിരിക്കുന്ന ഒരു അക്രമം ഒരു രാജ്യത്തിൽ നിന്ന് തങ്ങളുടെ നേരക്ക് ഉണ്ടായിട്ടില്ല. തങ്ങൾക്കെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. അവർ ഉപയോഗിക്കുന്ന അത്യാധുനികമായിരിക്കുന്ന ആയുധത്തിൻ്റെ ശക്തിയും ബലവും തിരിച്ചറിയാൻ മാത്രം തങ്ങൾക്ക് സാധിക്കാത്ത വിധമാണ് സംവിധാനം എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞതോടുകൂടി ആ യുദ്ധത്തിൽ വലിയ വിജയം ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ നേരിട്ട് കൊണ്ട് ഇറാൻ ആക്രമിച്ചാൽ അത് കനത്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും എന്ന് ഇസ്രായേലിന് അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് അമേരിക്കയെ ഇടപെടിപ്പിക്കുക എന്നുള്ള ബുദ്ധിപരമായിരിക്കുന്ന ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. പക്ഷേ അതും പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ഇത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പങ്കാണ്. ബന്ദർ അബ്ബാസിൽ നടന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പങ്ക് തെളിയുകയാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. അത് നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും പരാജയപ്പെടുന്ന സമയത്ത് പുതിയ തന്ത്രത്തെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുക എന്നുള്ള ഒരു രീതി വരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിൽ ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി
ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രാജ്യം ഭരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സമരങ്ങൾ പ്രക്ഷോഭമായി മാറുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സൈനികർക്ക് വരുന്നു. അപ്പോൾ ആഭ്യന്തരപരമായും ബാഹ്യമായ രീതിയിലും പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.